വേടനും പ്രാവുകളുടെ കൂട്ടവും. പണ്ട് ഒരു വലിയ കാട്ടിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു വലിയ ആൽമരമുണ്ടായിരുന്നു. ആ മരത്തിൽ ധാരാളം പ്രാവുകൾ താമസിച്ചിരുന്നു. അവരുടെ കൂട്ടത്തിന് വളരെ ബുദ്ധിമാനായ ഒരു പ്രായമായ നേതാവുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ ഭക്ഷണം തേടി പ്രാവുകൾ ആകാശത്തിലൂടെ പറക്കുകയായിരുന്നു. പെട്ടെന്ന് താഴെ മണ്ണിൽ ധാരാളം നെന്മണികൾ വിതറിയിരിക്കുന്നത് അവർ കണ്ടു. വിശന്നിരുന്ന പ്രാവുകൾ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു, നെന്മണികൾ! പക്ഷേ പ്രായമായ നേതാവ് സംശയത്തോടെ പറഞ്ഞു, നിൽക്കൂ, ജനവാസമില്ലാത്ത ഈ കാടിന്റെ നടുവിൽ എങ്ങനെയാണ് ഇത്രയും നെന്മണികൾ വന്നത്? ഇതിലെന്തോ അപകടമുണ്ട്. നമുക്ക് താഴേക്ക് പോകണ്ട. എന്നാൽ വിശപ്പ് കാരണം മറ്റ് പ്രാവുകൾ അത് കേട്ടില്ല. അവർ താഴേക്ക് പറന്നിറങ്ങി നെന്മണികൾ കൊത്തി തിന്നാൻ തുടങ്ങി. പെട്ടെന്ന് ധടാം, ഒരു വലിയ വല അവരുടെ മേൽ വീണു. അയ്യോ, രക്ഷിക്കൂ! ഒരു വേടൻ ദൂരെ നിന്ന് ഓടി വരുന്നത് അവർ കണ്ടു. പ്രാവുകൾ പേടിച്ചു വിറച്ചു. അപ്പോൾ പ്രായമായ പ്രാവ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, പേടിക്കരുത്. നമ്മൾ ഓരോരുത്തരും തനിയെ ശ്രമിച്ചാൽ രക്ഷപ്പെടില്ല. പക്ഷേ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ച് ശക്തിയായി ചിറകടിച്ച് പറന്നാൽ ഈ വലയുമായി നമുക്ക് മുകളിലേക്ക് പൊങ്ങാം. 1, 2, 3 പറക്കൂ! അത്ഭുതം! ആ വലിയ വലയുമായി പ്രാവുകളുടെ കൂട്ടം ആകാശത്തേക്ക് ഉയർന്നു പറന്നു. വേടൻ പിന്നാലെ ഓടിയെങ്കിലും പ്രാവുകൾ വലയുമായി ദൂരെ ഒരു കുന്നിൻ മുകളിലേക്ക് പോയി. അവിടെ പ്രാവുകളുടെ കൂട്ടുകാരനായ ഒരു എലി താമസിച്ചിരുന്നു. പ്രാവുകൾ അവിടെ ഇറങ്ങി എലിയെ വിളിച്ചു. എലി തന്റെ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് വല കടിച്ചു മുറിച്ചു. പ്രാവുകളെല്ലാം സന്തോഷത്തോടെ പുറത്തു വന്നു. അവർ തങ്ങളുടെ നേതാവിനോടും എലിയോടും നന്ദി പറഞ്ഞു. ഈ കഥ നൽകുന്ന ഗുണപാഠം: ഒത്തൊരുമയുണ്ടെങ്കിൽ എന്തു വലിയ ആപത്തിനെയും നേരിടാം. ഐക്യമത്യം മഹാബലം.